കേരളത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കരുതെന്ന് കരുതി മഹാനായ തങ്ങൾ അവരുടെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോയവർ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. മഹാനായ തങ്ങൾ ആ കാരാഗ്രഹത്തിൽ അടക്കപ്പെടുമെന്ന് കണ്ടപ്പോ ആവേശത്തോടെ പുഞ്ചിരിച്ചു നിന്നവരുടെ മുഖത്ത് നോക്കി കേരള സമൂഹം ലോകത്തിന്റെ മുന്നിൽ ഒരു ചിത്രം വരച്ചു വെച്ചു. എന്താണ് ആ ചിത്രം എന്നറിയുമോ? കേരളത്തിന്റെ കുഗ്രാമത്തിലെ 10,000-കണക്കിന് പാവപ്പെട്ട യതീമക്കളും ഉമ്മമാരും പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ച ദിവസങ്ങൾ നോക്കി അതാ നോമ്പനുഷ്ഠിക്കാൻ തുടങ്ങി. അങ്ങ് പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ ചാരത്ത് 10,000-കണക്കിന് പാവപ്പെട്ട മുതഅല്ലിമീങ്ങളും സയ്യിദന്മാരും ആലിമീങ്ങളും സാധാരണക്കാരായ മുഅ്മിനീങ്ങളും വിശുദ്ധ കഅബ ഷരീഫ് നിരന്തരമായി തവാഫ് ചെയ്യാൻ തുടങ്ങി. അഫ്ഗാനിലായ ആലിമീങ്ങളും സയ്യിദന്മാരും ഉൾക്കൊള്ളുന്ന കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളെയും യതീമക്കൾ കൈയുയർത്താൻ വേണ്ടി തുടങ്ങി. എന്താ സംഭവിച്ചത്? ഞാനൊരു കാര്യം ഓർക്കുന്നു. മഞ്ചേരി പട്ടണത്തിൽ 10,000-ഓളം വരുന്ന ആലിമീങ്ങൾ സംഘടിച്ച പണ്ഡിത സഭ. ആ സഭയിൽ ബഹുമാനനായ കാന്തപുരം ഉസ്താദ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഉസ്താദ് ഒരു ഫോൺ അറ്റൻഡ് ചെയ്തു. ഫോൺ എടുത്തു കൊടുക്കുന്നത് പെൺമോൾ ഉസ്താദാണ്. 2 തവണ മാത്രമേ ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ദർസ് നടത്തുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഉസ്താദ് ഒരിക്കലും ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. ആരും വിളിച്ചാലും അറ്റൻഡ് ചെയ്യാറില്ല. ദർസ് നടത്തുന്ന സഭയ്ക്കിൽ ഫോൺ എടുക്കില്ല, അതുപോലെ തന്നെ പ്രസംഗത്തിലും എടുക്കാറില്ല. ഈ ആലിമീങ്ങളോട് ഗഹനമായ വിഷയം ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് എന്താണ് ഫോൺ എടുക്കുന്നത്? എന്താണ് ഫോൺ എന്നറിയോ? ഇവര് വലിയ കഥയായിട്ട് കുറച്ച് മുത്തവ്വമാരെ പിടിച്ചുകൂട്ടി മഹാനായ തങ്ങളെ കൊണ്ടുപോയി, തങ്ങളെ പിടിച്ചു കാണിച്ചു കൊടുത്തിട്ട് കൊണ്ടുപോയിരുത്തി. ആ കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് അവരോടുള്ള ചോദ്യം, നിങ്ങൾ എന്തിനായി ഇവിടെ വന്നത്? എന്തിനാണ് നിങ്ങൾ ഭീകരവാദിയാണോ തീവ്രവാദിയാണോ? അങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട്. മഹാനായ തങ്ങൾ എന്താണ് മറുപടി പറയുക? തങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു, അനത്തിൽമീദ് ഷെയ്ഖ് അബൂബക്കർ, ഞാൻ ഷെയ്ഖ് അബൂബക്കറിന്റെ കുട്ടിയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ ആളാണ് എന്ന് പറയുമ്പോ ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് എന്നാണ് മുത്തവ്വയുടെ ചോദ്യം. അതേ നഅമെന്ന് മറുപടി പറയുമ്പോ ബഹുമാനപ്പെട്ട ആ മുത്തവ്വ ഉടനെ ചോദിച്ചു, ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയുന്നത് എന്റെ ഒരു ഗുരുവാണ്, അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യനാണോ നിങ്ങൾ? ഉടനെ വിളിക്കുകയാണ് അങ്ങ് ഗൾഫിൽ നിന്ന് ഉസ്താദിന്. ആ ഫോണാണ് ഉസ്താദ് അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടി ഇവിടെയുണ്ട്, ചായ ഭംഗിയായി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സുഖമായി ഖുർആൻ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വീകരിക്കുന്നുണ്ട്, വൈകാതെ അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറയുമ്പോ ആ സദസ്സിന്റെ മുന്നിൽ അത് തുറന്നു ഞങ്ങളൊക്കെ കേൾപ്പിച്ച് സന്തോഷപൂർവ്വം അവിടെ വെച്ച് സ്വലാത്ത് ചൊല്ലി തഹ്ലീൽ ചൊല്ലി തക്ബീർ ചൊല്ലി സ്വീകരിച്ച ആവേശകരമായ രംഗം ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളുടെ പ്രാർത്ഥനാ സദസ്സ്, ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ആ പ്രാർത്ഥനാ സദസ്സിന്റെ മഹത്വം എത്രയാണ്! രോഗിയുടെ ശമനം നമുക്കെല്ലാവർക്കും അറിയാം. സംസാരശേഷി ഇല്ലാത്തവർക്ക് അല്ലാഹു സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുന്നത് അറിയാം. പക്ഷെ അതിനേക്കാളൊക്കെ വലുതാണ് ഹിദായത്ത്. ഞാനെല്ലാം പറയട്ടെ, ഒരു സംസാരശേഷി ഇല്ലെങ്കിൽ എന്താണ് നഷ്ടപ്പെടാനുള്ളത്? മരണം വരെയുള്ള പ്രയാസമാണ്. അല്ലെങ്കിൽ കണ്ണില്ലാതെ പോയാൽ, കാലില്ലാതെ പോയാൽ എല്ലാം നമുക്ക് അവസാനിക്കും മരണത്തോടെ. ഹിദായത്തില്ലാതെ മരണപ്പെടേണ്ടി വന്നാൽ അവസാനിക്കാത്ത ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണ്. എന്റെ നാട്ടിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരെ ഒരു മുഹമ്മദ് ക, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, അദ്ദേഹം ഒരു തവണ അതാ നേരെ വരികയാണ് മഅദിലേക്ക്. എന്തിനാ വരുന്നതെന്നറിയോ? ജീവിതത്തിൽ നിസ്കരിച്ചു നോക്കിയിട്ടില്ല. ഒരു യുക്തിവാദി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. യുക്തിവാദിയായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ചെരുപ്പ് കാലിൽ ധരിക്കാറില്ല. അദ്ദേഹത്തിന്റെ തിയറി അതിനെതിരാണ്. വളരെ ലോലമായ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് നടന്നു ശീലിച്ച ആ മനുഷ്യൻ മഅദിലേക്ക് വന്നു. എന്തിനാ വരുന്നത്? അവിടെ ലക്ഷക്കണക്കായ ആളുകളെ ശാസ്ത്രീയമായി നിശ്ചിത സമയത്ത് നോമ്പ് തുറപ്പിക്കുന്നുണ്ട്. അത് സംഘടനാപരമായി വലിയ അവഗാഹമുള്ളൊരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ആ പ്രവർത്തനത്തെ നേരിട്ടൊന്ന് കണ്ട് അനുഭവിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം നേരെ മഅദിലേക്ക് വന്നത്. മഅദിൽ വന്നു നോക്കുമ്പോ വല്ലാത്തൊരു അത്ഭുതം. 5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മുഴുവനും വിഭവങ്ങൾ അത് കൃത്യസമയത്ത് എല്ലാവരുടെയും കയ്യിലെത്തുന്നു. എല്ലാവരും കൃത്യസമയത്ത് നിസ്കാരം പോലും നഷ്ടപ്പെടാതെ ഭംഗിയായി ഭക്ഷണം കഴിക്കുന്നു. എല്ലാം കൃത്യമായി അവിടെ മുന്നോട്ട് പോകുന്നു. അദ്ദേഹം അത് കണ്ടപ്പോ അവിടെ ഇങ്ങനെ നിന്നു. കുറെ സമയം അവിടെ നിന്നപ്പോ അതാ പ്രാർത്ഥനയ്ക്ക് സമയമായി. ആ സമയമായപ്പോ അദ്ദേഹം അറിയാതെ കൈകൾ ഉയർന്നു. ആ ലക്ഷ്യങ്ങളുടെ സമക്ഷത്തിൽ വെച്ച് ആ കണ്ണുകൾ ഒഴുകാൻ തുടങ്ങി. മഹാനായ
സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളുടെ ഹൃദയം അറിഞ്ഞുള്ള പ്രാർത്ഥന മുന്നോട്ട് പോയപ്പോ അറിയാതെ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണു. പിറ്റേന്ന് രാവിലെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വന്ന് സുബഹി നിസ്കരിക്കാൻ ആ നാട്ടുകാര് പള്ളിയിലെത്തിയപ്പോ മുഹമ്മദ് പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ. ആളുകൾ ഇങ്ങനെ അത്ഭുതത്തോടെ മുഖത്തേക്ക് നോക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, ആ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ഞാൻ ഇനി ഒരിക്കലും എന്റെ ജീവിതം പാഴാക്കില്ല. കഴിഞ്ഞുപോയ ജീവിതമോ എനിക്ക് നഷ്ടപ്പെട്ടു, ഞാൻ ഇനി ഒരു മുസ്ലിമായി ജീവിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ വന്നത്. ലഹർ നിസ്കരിച്ചു, അസറും നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിയും കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങുന്ന മുഹമ്മദ് അറ്റാക്കായി വീട് മരണപ്പെടുന്നു. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ കൂട്ടുകാരെ, ദോഷങ്ങൾ ചെയ്ത മനുഷ്യൻ അള്ളാഹുവിനോട് വിതുമ്പിക്കറിഞ്ഞ് ശുദ്ധിയായതിന്റെ ശേഷം അന്ന് മരണപ്പെട്ടു പോയ മനുഷ്യനേക്കാൾ ഭാഗ്യവാന്മാരായി ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഹിദായത്ത് അല്ലാഹു നൽകുന്ന രൂപമാണ് ഈ കാണുന്നത്. എങ്ങനെയായി ഹിദായത്ത് ലഭിക്കുന്നത്? വോൾട്ടേജുള്ള ട്രാൻസ്ഫോമറിന്റെ അടുത്ത് പോയിട്ടാണ് അദ്ദേഹത്തിന്റെ ഫ്ലഗ് അദ്ദേഹം കൊണ്ടുവച്ചത്. അതുകൊണ്ട് തന്നെ ആ വോൾട്ടേജ് പ്രവഹിക്കുകയാണ്. ആ വോൾട്ടേജിൽ നിന്ന് ലഭിക്കുന്ന കറന്റാണ് യഥാർത്ഥത്തിൽ ഈ ഹിദായത്തിന്റെ പിന്നിൽ. നൂറുകണക്കിന് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. എന്റെ സഹോദരി, ആ സഹോദരി ഗർഭിണിയായി 6ാമത്തെ മാസമാണ്. ഡോക്ടർമാർ മുഴുവനും പറഞ്ഞു ജീവനില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണം. തങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോയപ്പോ തങ്ങൾ പറഞ്ഞു ജീവനുണ്ട്, സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യാൻ വേണ്ടി ചെന്നു. സ്കാൻ ചെയ്യുമ്പോൾ ജീവനുണ്ട്. ഡോക്ടറെ കാണിച്ചു, ഡോക്ടർക്ക് സംശയം തീരുന്നില്ല. വീണ്ടും സ്കാൻ ചെയ്യണം. വീണ്ടും റിസൾട്ട് വരുന്ന ജീവനില്ല. ഞാൻ വീണ്ടും പോകുന്നു തങ്ങളടുത്തേക്ക്. തങ്ങൾ പറഞ്ഞു ജീവനുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 2 വയസ്സായ എന്റെ കുഞ്ഞുമോൻ ഇപ്പൊ സുഖമായി എന്റെ മുറ്റത്തിലൂടെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അള്ളാഹു നൽകിയാൽ ആ കഴിവ് കൊണ്ട് എന്തൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നതിന്റെ രേഖയാണ്. ഒരു പ്രചണ്ഡമായ പ്രചരണവുമില്ലാതെ എല്ലാ മാസവും നിങ്ങൾക്കറിയോ അവിടെ വരുന്നവരിൽ ഭൂരിപക്ഷവും തെറ്റുകളുടെ കൂമ്പാരങ്ങളിൽ ജീവിച്ചതിന്റെ ശേഷം അള്ളാഹുവിനോട് വിതുമ്പിക്കരഞ്ഞ് ശുദ്ധിയായി പാപസുരക്ഷിതമായ ഒരു ജീവിതം നയിക്കാൻ തീരുമാനിച്ചു മടങ്ങുന്ന ആവേശകരമായ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളുടെ ചുറ്റുഭാഗത്തിരിക്കുന്ന ആലിമീങ്ങൾ, സയ്യിദന്മാർ, നമ്മുടെ ഉമറുൽ ഫാറൂഖ് തങ്ങളെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. ഒരു കൊച്ചുകുട്ടിയാണ് ഞാൻ. ആ കൊച്ചുകുട്ടിയാകുമ്പോഴാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നത്. അൽഹംദുലില്ലാഹ്, എന്റെ ജീവിതത്തിൽ ഒരുപാട് ആത്മീയ ഗുരുക്കന്മാരുമായി എന്നെ ബന്ധപ്പെടുത്തി തരുന്നതിൽ പ്രധാന പങ്കാളിത്തം വഹിച്ച ആത്മീയ നിയന്ത്രണമാണ് മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. തസൗഫിലെ പ്രശസ്തമായ ഒരു മക്ബറയുണ്ട്. മഹാനായ മടവൂർ ഉസ്താദിന്റെ ഷെയ്ഖാണ് ആ മക്ബറയിൽ ഇരിക്കുന്നത്. അവിടെ 40 ദിവസം ഇയാളെ ഇരുന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മടവൂർ ഉസ്താദ്. ആ മടവൂർ ഉസ്താദിന്റെ ആ ഷെയ്ഖ് ജീവിക്കുന്ന പസൗട്ടിന്റെ മക്ബറയുടെ മുകൾ ഭാഗം പോലും തുറന്നു കിടക്കുകയാണ്. എന്ത് വെച്ചാലും കാറ്റിൽ പറന്നു പോകും. ആ മുകൾ ഭാഗത്ത് തുറസായി നിൽക്കുന്ന ആ മക്ബറയുടെ ചാരത്ത് ആ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിൽ നിന്ന് ആ നാട്ടുകാർക്ക് അനുഭവിക്കാൻ സാധിച്ച ഒരുപാട് അത്ഭുതങ്ങൾ അന്ന് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ചില നിർദ്ദേശങ്ങളാണ് കൊണ്ടൂർ ഉസ്താദുമായി എന്നെ ബന്ധപ്പെടുത്തിയത്. ആ നിർദ്ദേശമാണ് സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ എനിക്ക് നൽകിയത്. ആ നിർദ്ദേശമാണ് സയ്യിദ് മാലിക്കി തങ്ങളെയും യൂസുഫ് റിഫാഖിയെയും അഹ്മദ് സിനാനിയെയും എനിക്ക് നൽകിയത്. അവിടെ നിന്നാണ് ആത്മീയ ഗുരുക്കളുമായി ബന്ധപ്പെടാനുള്ള മഹാ അവസരമുണ്ടായത്. അവിടെ നിന്നാണ് മരണപ്പെട്ടുപോയ ആത്മീയ ഗുരുക്കളുമായി സംസാരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത് ഈ കഴിവിന്റെയൊക്കെ ആത്മീയ കേന്ദ്രങ്ങളായി നിങ്ങളെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന പണ്ഡിതന്മാര് പക്ഷേ അവരൊരു മൂലയിൽ ഇരിക്കുകയില്ല. അവർ സ്ഥാപനങ്ങൾ നടത്തുകയാണ്, പട്ടിണിപ്പാവങ്ങളെ സംരക്ഷിക്കുകയാണ്, യതീമുകളെ സംരക്ഷിക്കുകയാണ്, ദർസ് നടത്തുകയാണ്, പുതിയ പുതിയ ഇൽമിന്റെ ഗോപുരങ്ങൾ സൃഷ്ടിക്കുകയാണ്. എല്ലാ ദിവസവും സബുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയട്ടെ, എന്തിന് നമ്മൾ എല്ലാവരെയും എടുത്തു പറയണം, സമയമില്ലല്ലോ. ഇന്ന് കേരളക്കരയിൽ, ഇന്ത്യയിൽ, ഏഷ്യയിൽ ഏറ്റവും വലിയ മതപ്രബോധന കേന്ദ്രമായി ലോകം അംഗീകരിച്ച മഹാനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഉസ്താദിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം പറയുന്നതിലേറെ കാണാനും അനുഭവിക്കുവാനും
ഞാനും നിങ്ങൾ അവസരമുള്ളവരാണ്. ഒരു കാര്യം എനിക്കറിയാം, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ 50 വർഷത്തിലേറെയായി സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള 6 പ്രധാനപ്പെട്ട സബക്കുകൾ ദർസ് നടത്താത്ത ഒരു ദിവസം കേരളത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരേ ഒരു പണ്ഡിതനുണ്ടെങ്കിൽ മഹാനായ കാന്തപുരം ഉസ്താദാണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം ഉസ്താദിന് പകരം നിൽക്കാൻ കേരളത്തിൽ ആർക്ക് സാധിക്കും? ഞാൻ നിഷ്പക്ഷമായി ചോദിക്കുന്നു. കാന്തപുരം ഉസ്താദ് എന്ന് പറയുമ്പോൾ ആരാ? ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശിഷ്യഗണങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 4500 വരുന്ന സഖാഫിമാരല്ല ഞാൻ പറയുന്നത്. ആ സഖാഫിമാർക്ക് മുമ്പേ 100 കണക്കിന് ശിഷ്യന്മാർ, 10000കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് ജന്മം നൽകിയ ശിഷ്യന്മാർ. ബഹുമാനപ്പെട്ട സമസ്തയുടെ അഭിനന്ദനായ സെക്രട്ടറി ബഹുമാനപ്പെട്ട കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. പൊന്മള ഉസ്താദിനെ പോലെ ഇൽമിൽ വലിയ പാണ്ഡിത്യമുള്ള, എന്ത് ചോദിച്ചാലും മറുപടി പറയുന്ന ആ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഒരു തവണ ചോദിച്ചു, ഉസ്താദിന്റെ ഇൽമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഉടൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തൊക്കെ സമൂഹത്തിൽ പറയുന്നുണ്ടോ അത് മുഴുവനും ഉസ്താദിൽ നിന്ന് കിട്ടിയതാ. A മുതൽ Z വരെ ഉസ്താദല്ലാത്ത മറ്റൊരാളിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ മുഴുവനും ഉസ്താദിൽ നിന്ന് ലഭിച്ച ഇൽമു മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഉസ്താദിനെ കുറിച്ച്, ഉസ്താദിന്റെ ഇൽമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ അവയൊക്കെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എനിക്ക് ഉറപ്പുള്ള ചില ആലിമീങ്ങൾ, ആ ആലിമീങ്ങളെ പോയി ചോദിക്കുക. കാരണം പൊന്മള ഉസ്താദിന് ജന്മം നൽകാൻ ഭാഗ്യം കിട്ടിയാലാണ് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ്. അതുകൊണ്ട് തന്നെ കോട്ടൂർ ഉസ്താദിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതില്ല. മഹാനായ കോട്ടൂർ ഉസ്താദിനെ കുറിച്ച് ഒതുക്കുങ്ങൽ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മഹാ ആലിമാണ്, വലിയ കഴിവുള്ള പണ്ഡിതനാണ്. ഓതുന്ന അന്ന് വരെ ഇൽമു പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിന് സെബുക്കിൽ വന്നിരിക്കാൻ രോഗം കൊണ്ട് കഴിയാത്തതുകൊണ്ട് ദൂരെ താഴ്വരയിൽ പോയി കിടക്കുകയാണ് പതിവ്. ആ കിടക്കുന്നിടത്തുനിന്ന് കേൾക്കുന്ന ഇൽമു കൊണ്ടാണ് പൊന്മള ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾക്ക് ജന്മം നൽകാൻ സാധിക്കും വിധം 6 വർഷമായി കിതാബ് തൊടാത്ത മുഴുവൻ കിതാബുകളും ദർസ് നടത്താൻ സാധിക്കുന്നുള്ള ഇൽമു നേടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിനോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, പണ്ഡിത സഭകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ പണ്ഡിത സഭയിൽ കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് ആലിമീങ്ങൾ വരുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി ഇൽമു പഠിച്ച് മനസ്സിലാക്കിയ, ദർസിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുന്ന ആലിമീങ്ങൾ. ആ ആലിമീങ്ങൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ നിന്ന് AP ഉസ്താദ് ഒരു മസ്അല പറഞ്ഞാൽ ആ മസ്അലയ്ക്ക് വിരുദ്ധമായി ആ സദസ്സിൽ നിന്ന് പറയാൻ ഒരു ആലിമുമില്ല എന്നത് മാത്രം മതി. ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ കഴിവ് നമുക്ക് അറിവിനെ കുറിച്ച് ബോധ്യപ്പെടാനെന്ന് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് പറഞ്ഞ രംഗം ഞാൻ എപ്പോഴും ഓർത്തു വെക്കാറുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒന്നുകൂടി പറയട്ടെ, കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സംവാദം നടന്നത് കൊട്ടപ്പുറത്ത് വെച്ചാണ്. വഹാബിസത്തിന്റെ വാട്ടർലൂവായ കൊട്ടപ്പുറം സംവാദം. ആ സംവാദം നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ജീവിച്ചിരിപ്പുണ്ട്, ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്, മഹാനായ KK അബൂബക്കർ ഹസത്ത് ജീവിച്ചിരിപ്പുണ്ട്, വന്നരായ കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹു അവരുടെയൊക്കെ ഖബറും സ്വർഗ്ഗത്തോപ്പാക്കുമാറാട്ടെ, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ആ മല പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാര് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ EK ഹസൻ മുസ്ലിയാരുടെ വഫാത്തിന് ശേഷം ഏറ്റവും കണിശമായി നടന്ന, ഏറ്റവും ശ്രദ്ധേയമായ, വഹാബികൾ ഏറ്റവും ശക്തിയാർജിച്ചു നടത്തിയ ആ സംവാദത്തിന് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ തെരഞ്ഞെടുത്തത് വന്യരായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരായിരുന്നു എന്നത് മാത്രം മതി. ശംസുൽ ഉലമയെ പോലെയുള്ള കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള പൂർവ്വകാല ആലിമീങ്ങൾക്ക് കാന്തപുരത്തിന്റെ അറിവിനെ കുറിച്ച് എന്തുമാത്രം ബോധമുണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ കുറിച്ച് ഞാൻ ദീർഘമായും പറയേണ്ടതുണ്ടോ? അമേരിക്കയിലെ ഇസ്ലാമിക ഉച്ചകോടി 150 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഒന്നുകിൽ മന്ത്രിമാരാണ്, അല്ലെങ്കിൽ മുഫ്തിമാരാണ്. ആ സദസ്സിൽ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ആരാണ് അധ്യക്ഷം വഹിക്കുന്നത്? മർഹൂം ഷെയ്ഖുൽ അസ്ഹർ, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അസ്ഹർ അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സ്.
ആ സദസ്സിൽ വെച്ച് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്താ ചോദ്യം? അബസ വതവല്ല അൻജാഅഹുൽ അഅമാ. ഈ ആയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി നൽകാൻ ഷെയ്ഖ് ജാദുൽ ഹക്ക്, ഷെയ്ഖുൽ അസ്ഹർ അടക്കമുള്ളവർക്ക് കഴിയാതെ വരുന്നൊരവസ്ഥ. അപ്പോഴാണ് മന്ത്രിയല്ലാത്ത മുഫ്തിയല്ലാത്ത ബാക്കബി ബിരുദമെടുത്ത നിങ്ങൾ ചോറ് കൊടുത്ത് വളർത്തിയിരിക്കുന്ന ചാലിയത്തുകാരുടെ മൂലയേരുട്ടി എണീറ്റ് നിന്നത്. ഈ മുറ്റത്തിലൂടെ ഇങ്ങനെ നടന്നു പോയൊരു മുസ്ലിയാരുട്ടി ഉണ്ടായിരുന്നല്ലോ, ഇതിലിങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയൊരു മുസ്ലിയാരുട്ടി, ഇതിലെ തസ്ബീഹ് ചൊല്ലി നടന്നൊരു മുസ്ലിയാരുട്ടി, നിങ്ങളെ വീട്ടും പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് മൗലിദ് തന്നിരുന്ന ഒരു ചെറിയ മുസ്ലിയാരുട്ടി ഉണ്ടായിരുന്നല്ലോ, കാന്തപുരത്തുകാരൻ അബൂബക്കർ. ആ കൊച്ചുകുട്ടിയായിരുന്ന ആ പണ്ഡിതൻ എണീറ്റ് നിന്നത്. ഉസ്താദ്